കൊച്ചുസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെള്ളരി, ആകാശവെള്ളരി കറി വെക്കുന്നതാണ്. അപ്പം ആകാശവെള്ളരി കറി വെക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഇതാണ് നമ്മുടെ ആകാശവെള്ളരിയെ നമുക്കൊന്ന് മുറിച്ച് കട്ട് ചെയ്ത് നോക്കാവേ. മോരൊഴിച്ചൊക്കെ കറി വെക്കാനായിട്ടൊക്കെ നല്ലതാണ്. തൊലി ഒന്ന് ചെത്തി കൊടുക്കണം. അപ്പൊ നമ്മളിതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം അകത്തെ എല്ലാം ചിരണ്ടി കളഞ്ഞു. ഇതെല്ലാം ഇത്രയും നമ്മൾ വേസ്റ്റാണ്. ഇതിൻ്റെ അകത്തെ തൊലിയും അതിൻ്റെ അകത്തെ അരിയും ഒക്കെയാണ്. പ്രാഷാമ്പൂട്ടിൻ്റെ ഒരു ഇതാണ്. പ്രാഷാമ്പൂട്ട് പോലെ പിഞ്ച് പ്രാഷാമ്പൂട്ട് നമ്മൾ എടുക്കുമ്പോൾ അകത്തെ കാണുകയില്ലേ എന്ന് പറഞ്ഞ പോലെയാണേ. അപ്പോൾ നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുക്കാവേ. ഇപ്പൊ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാവേ. അപ്പം നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത്, അപ്പം ആകാശവെള്ളരി എല്ലാം അരിഞ്ഞ് എടുത്തിട്ടുണ്ട് നമ്മള്. നമുക്ക് ഇത് ഒരു സവാളയും പച്ചമുളകും കൂടെ കീറിയിടാവേ. അപ്പം ഒരു സവാള എടുത്തിട്ടുണ്ട്, 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്ത് നമുക്ക് കൊടുക്കാവേ. പച്ചമുളക് 4 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണ്. നമ്മൾ 4 എണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാവേ. നമ്മൾ കുക്കറിലാണ് വെക്കുന്നത്. കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം പെട്ടെന്ന് വേണ്ടതുകൊണ്ടാണ് നമ്മൾ കുക്കറിൽ ഇടുന്നത്. അപ്പം നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തു. ചെറിയ ഇച്ചിരി ഒരു മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. എല്ലാവരും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ നമ്മൾ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. കുറച്ച് മതി. അപ്പൊ കുക്കർ അടുപ്പ് വെച്ച് കൊടുത്തു. നമുക്കൊന്ന് കുക്കറൊന്ന് ആവി വരട്ടെ, പെട്ടെന്ന് വേഗം. അപ്പൊ കുക്കർ അടുപ്പ് വെച്ച് കൊടുക്കാം. നമുക്കൊന്ന് പെട്ടെന്നാകാൻ വേണ്ടിയാണ് നമ്മൾ കുക്കറിൽ വെക്കുന്നേ. 2 വിസിൽ വന്നാൽ മതിയായിരിക്കും. അപ്പൊ നമ്മൾ 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 2 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, ഇച്ചിരി മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട്. മഞ്ഞപ്പൊടി ഒന്ന് ഇട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് കുറച്ച് മഞ്ഞപ്പൊടി മതി. അപ്പം നമ്മൾ ജീരകം എടുത്തിട്ടുണ്ട്. ജീരകം ഒരു നുള്ളു ജീരകം. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ അരയ്ക്കാൻ. ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. കടുക് വറുക്കാനായിട്ട് എല്ലാം ഒന്ന് ചേർത്ത് കൊടുത്ത് ഇപ്പം എണ്ണ ഒഴിച്ച് കൊടുക്കുവാണേ. എണ്ണ നമ്മൾ വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയൊക്കെ ഇത്തിരി വിലയൊക്കെ ആയതുകൊണ്ട് വെളിച്ചെണ്ണ അല്ലാതെ നമുക്കിവിടെ ഒന്നും പിടിക്കുകയില്ല. ഓയിലൊന്നും നമുക്ക് പിടിക്കുകയില്ല. വെളിച്ചെണ്ണ മാത്രമേ നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ. ഓർഡർ ചെയ്താലും എന്നാണേലും വെളിച്ചെണ്ണയെ നമ്മൾ ചെയ്യുള്ളൂ. വെളിച്ചെണ്ണയിലേ ചെയ്യുള്ളൂ. ഉലുവ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചു. ഉലുവ അങ്ങോട്ട് ഇട്ട് കൊടുത്തു.
ഉലുവ നല്ലപോലെ മൂക്കട്ടെ. മിൻസിക്കുട്ടനാ ഇന്ന് വീഡിയോ പിടിക്കുന്നത്. മിൻസിക്കുട്ടനാ ഇന്ന് പനിയൊക്കെ ആയിട്ട് പോയില്ല ജോലിക്ക്, അതുകൊണ്ട് കുഞ്ഞാ പിടിക്കുന്നത്. കൊച്ചുമോള് ഒരു ചിരി ബമ്പർച്ചിരി കാണുവാണ്. പുള്ളിയുടെ വീക്കെൻഡ്സ് അത്. ഒരു ചിരി ബമ്പർച്ചിരി. അപ്പം കടുക് നമുക്ക് ഇട്ട് കൊടുക്കാവേ. കടുകും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ പൊട്ടി വരട്ടെ. കപ്പയാണോ തിന്നു? കപ്പ നമുക്ക് കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. 2 മുളക് ഇട്ട് കൊടുക്കാം. 2 കഷ്ണം ഉള്ളി അരിഞ്ഞിട്ടത് ഇട്ട് കൊടുക്കാം. കരിയാപ്പില ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരട്ടെ. നമ്മുടെ ആകാശവെള്ളരി തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. കടുക് വറുത്തുകൊണ്ടിരിക്കുന്നു. ആകാശവെള്ളരിക്കുള്ള കടുക് മൂപ്പിച്ചുകൊണ്ടിരിക്കുവാണ്. ഒത്തിരി ഒന്നും മൂക്കണ്ട, ഇങ്ങനെ മതിയേ. നമ്മുടെ ഒരു തുള്ളി ഒരു കളർ മാറാൻ വേണ്ടി നമ്മൾ ഒരു തുള്ളി മുളക് പൊടി ഒന്ന് ഇട്ട് കൊടുക്കുവാണ്. എരിവിനും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടി നമ്മുടെ മുളക് പൊടി ഇച്ചിരി ഇട്ട് കൊടുത്തു. അപ്പം നമ്മളിങ്ങനെ ഒന്ന് 2-3 സ്പൂൺ ഇങ്ങനെ കോരിയെടുക്കുവാണ്. എന്നാന്നറിയാവോ, നമുക്ക് ഇതിനകത്ത് തന്നെയാണ് ചേർക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങോട്ട് എടുത്തു വെച്ചത്. അപ്പൊ നമുക്ക് നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് ചട്ടിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാവേ. നമ്മൾ അരപ്പ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണേ. നമ്മൾ അരച്ച് വെച്ചതൊന്ന് ഒഴിച്ചു കൊടുത്തു. നമുക്ക് ഇപ്പൊ നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുത്തു. നമുക്ക് തൈരും കൂടെ ചേർത്ത് കൊടുക്കാവേ. തൈരൊന്ന് അടിച്ചെടുക്കാവേ. അപ്പം നമ്മുടെ തൈര് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ ഫൈനൽ സ്റ്റേജായി നമ്മുടെ കറിയെ. അപ്പം നമ്മുടെ ലേശം ഉപ്പും കൂടെ വേണം. സൂപ്പർ കറിയാണ്. നമ്മുടെ ലേശം ഉപ്പിട്ട് കൊടുത്തു. ഒരാളവിടെ ചോറുണ്ടോണ്ടിരിപ്പുണ്ട്. ഓ വെരി ഗുഡ്, അടിപൊളി. കൂടെ നമ്മള് കറി നിർത്തി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ താളീരും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണേ. അപ്പൊ കണ്ടോ, നമ്മുടെ താളീരും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അപ്പൊ നമ്മുടെ ഇതെല്ലാം അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ തീ നിർത്തി കൊടുത്തു. അപ്പൊ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ഒരു ബൗളിലോട്ട് മാറ്റാവേ. നമ്മുടെ ആകാശവെള്ളരി കറി തയ്യാറായിട്ടുണ്ട്. നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. അപ്പൊ നമ്മുടെ ആകാശവെള്ളരി കറി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ കറിയാണ്. നമ്മുടെ സാധാരണ വെള്ളരിക്കായേക്കാളും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ ആകാശവെള്ളരി കിട്ടുവാണെങ്കിൽ നമ്മൾ ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം എൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. നല്ലൊരു വീഡിയോ കാണുന്നുണ്ട്. ബൈ ബൈ.